ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് യൂസേഴ്സ് ഓഫ് ഡാറ്റാബേസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് റിലേഷണൽ ഡാറ്റ മോഡലാണ്. ഇനി നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കുക. നമ്മൾ ഇനി ഡാറ്റാബേസിനകത്തും അതിൻ്റെ മെയിൻ ടെർമിനോളജീസും ടേംസൊക്കെ നമ്മൾ പറയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതെല്ലാവരും ഓർത്ത് വെക്കുക. വൺ വേർഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരുന്ന സെക്ഷൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഫസ്റ്റ് വൺ റിലേഷണൽ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷണൽ മോഡൽ റെപ്രസെൻറ്റ് ഡാറ്റാബേസ് ആസ് എ കളക്ഷൻ ഓഫ് റിലേഷൻസ്. എന്ന് വെച്ചാൽ ഈ റിലേഷണൽ മോഡൽ എന്ന് വെച്ചാൽ എന്താ, കുറേ റിലേഷൻസിൻ്റെ കളക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലേഷണൽ മോഡൽ എന്ന് വെച്ചാൽ. അപ്പോൾ എന്താ റിലേഷൻ, എന്താ റിലേഷൻ എന്ന് വെച്ചാൽ എന്താ, ടേബിൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിലേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ റിലേഷൻ എന്ന് വെച്ചാൽ എന്താ, ടേബിൾസാണ്. ടേബിൾസ് എന്ന് വെച്ചാൽ എന്താ, റോയും കോളും കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടേബിൾ അല്ലേ. അപ്പോൾ നമ്മൾ കുറേ എന്താണ് കളക്ഷൻ ഓഫ് എ റിലേഷൻസ്, കാരണം ഡാറ്റാബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കുറേ കളക്ഷൻ ഓഫ് എ റിലേഷൻസ്, കുറേ റിലേഷൻസ് കളക്ട് ചെയ്ത് വെക്കുന്ന ഡാറ്റാബേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിലേഷണൽ മോഡൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ടേബിളാണ്, മറന്നു പോകരുത്. റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ടേബിൾസിനാണ്. ഈച്ച് റിലേഷൻസ് ആസ് യുണീക്ക് നെയിം. ഓരോ ടേബിളിനും അല്ലെങ്കിൽ ഓരോ റിലേഷനും എന്ത് കൊടുക്കാറുണ്ട്, ഒരു യുണീക്ക് നെയിം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. ഈ റിലേഷൻ മോഡൽ സ്റ്റോർ ദ ഡാറ്റ ഇൻ എ ടാബ്ലാർ ഫോം. നമ്മൾ റിലേഷൻ മോഡൽ എങ്ങനെയാണ് ഉണ്ടാവുക, ഒരു ടാബ്ലാർ ഫോമിലായിരിക്കും നമ്മൾ എന്ത് ഉണ്ടാവുന്നത്, റിലേഷൻ മോഡൽസ് ഉണ്ടാവുന്നത്. സം ഓഫ് ദ പോപ്പുലർ RDBMS ആർ ദ ഒറാക്കിൾ, MySQL, DB2, മൈക്രോസോഫ്റ്റ് SQL സെർവർ, ഇൻഫോമിക്സ് ആൻഡ് ഇൻഡിജേഴ്സ്. കാരണം നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന RDBMS എന്താ, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, RDBMS എന്ന് വിളിക്കുന്നത്. നമ്മൾ മോസ്റ്റ് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന RDBMS ആണ് ഒറാക്കിൾ, MySQL. നിങ്ങളിപ്പോൾ സ്കൂളിൽ MySQL അങ്ങനെ കാര്യം ചെയ്യുന്നത്, MySQL, DB2, മൈക്രോസോഫ്റ്റ് SQL സെർവർ, ഇൻഫോമിക്സ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, RDBMS എന്ന് പറയുന്നത്. അപ്പം റിലേഷൻ മോഡൽ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഡാറ്റാബേസ് റിലേഷൻസിനെ കളക്ട് ചെയ്ത് വെക്കുന്നതാണ് റിലേഷൻ മോഡൽ. റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ടേബിളാണ്. എന്ന് വെച്ചാൽ ടാബ്ലാർ ഫോമിലാണ്, റോയും കോളും ആയിട്ടാണ് ഉണ്ടാവുക. ഓരോ റിലേഷനും എന്തുണ്ട്, യുണീക്ക് ആയിട്ടൊരു നെയിം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത് ടെർമിനോളജീസ് ഇൻ RDBMS ആണ്. റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ് RDBMS. അതിൻ്റെ കുറേ ടേംസ് ആണ്. ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കാൻ, ഇതൊക്കെ വൺ വേർഡ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ടേം ആണ് എൻറ്റിറ്റി. ആൻഡ് എൻറ്റിറ്റി ഈസ് എ റിയൽ വേൾഡ് ഒബ്ജക്റ്റ്. എൻറ്റിറ്റി എന്ന് പറയുന്ന റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ആണ്. ദാറ്റ് ഈസ് ഡിസ്റ്റിങ്വിഷബിൾ ഫ്രം ദ അതേഴ്സ് സച്ച് ആസ് സ്റ്റുഡൻറ്റ്, ടീച്ചർ, എക്സെട്ര. നമ്മൾ സ്റ്റുഡൻറ്റ് റിയൽ വേൾഡ് ഒബ്ജക്റ്റിനെയാണല്ലേ നമ്മൾ എന്ത് വിളിക്കുന്നത്, എൻറ്റിറ്റി എന്ന് പറയുന്നത്. അത് ടീച്ചർ ആവാം, സ്റ്റുഡൻ്റ് ആവാം, എന്ത് വേണമെങ്കിലും. അപ്പോൾ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, എൻറ്റിറ്റി എന്ന് പറയുന്നത്. റിലേഷൻ എന്ന് പറയുന്നത് എന്താ, റിലേഷൻ ഇസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ ഇൻ ദ ഫോം ഓഫ് റോസ് ആൻഡ് കോളം, ഓൾസോ കോൾഡ് ടേബിൾ. റിലേഷൻ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഡാറ്റാസ് എന്ത് ചെയ്യുക, റോയും കോളോ ആ ഒരു രീതിയിലെങ്കിൽ ആ ഒരു ഫോമിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ടേബിളിൻ്റെ ഫോമിനകത്ത് ആ ഒരു ഫോമാറ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡാറ്റനെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എൻറ്റിറ്റി എന്ന് പറഞ്ഞ എന്താണ്, ഒരു റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ആണ്, ടീച്ചർ, സ്റ്റുഡൻറ്റ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, കളക്ഷൻ ഓഫ് എ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് റോസ് ആൻഡ് കോളം. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഏത് ഫോമിലാണ്, റോസും കോളം. ദാറ്റ് മീൻസ് ടേബിളിൻ്റെ ഫോമാറ്റിലോട്ടേക്ക് നമ്മൾ എന്താണ് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഒരു ടേബിൾ, ഇതാണ് ഒരു ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ടേബിളിനകത്ത് എന്തൊക്കെയുണ്ട്, അഡ്മിഷൻ ഉണ്ട്, റോൾ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, ബാച്ച് ഉണ്ട്, മാർക്ക് ഉണ്ട്, റിസൾട്ട് ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ ടേബിളിൻ്റെ പേരാണ്, ആ ഒരു അപ്പം ഈ ഒരു ടേബിളിൻ്റെ അത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത്, ഈ ഡാറ്റ മൊത്തമായിട്ട് ടേബിളാക്കി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിലേഷൻ എന്ന് വിളിക്കുന്നത്. ഈ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പേര്, ആ ടേബിളിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അത് നോക്കിക്കേ, ടെപ്പിൾ അല്ലെങ്കിൽ ടുപ്പിൾ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ടെപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ദ റോ ഇൻ എ ടേബിൾ ഈസ് കോൾഡ് ടെപ്പിൾ അല്ലേ. ടെപ്പിൾ, ടുപ്പിൾ നിങ്ങൾ പല രീതിയിലും പല ആൾക്കാർ പല രീതിയിലാണ് പറയുന്നത്. ടെപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ അതിൻ്റെ അകത്ത് ആ ടേബിളിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസിൽ 101 ആ റോ ഇല്ലേ, 101, 24, സച്ചിൻ, സയൻസ് 480. അപ്പോൾ ആ റോനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടെപ്പിൾ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റെക്കോർഡ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, റെക്കോർഡ്. അപ്പം മറന്നുപോയ ടെപ്പിൾ എന്ന് പറയുന്നത് റോ ഇൻ എ ടേബിൾ. നമ്മൾ ആ ഒരു ടേബിളിൻ്റെ അകത്തുള്ള റോനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടെപ്പിൾ എന്ന് വിളിക്കുന്നത്. ആ ടെപ്പിളിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, റെക്കോർഡ് എന്ന് വിളിക്കുന്നുണ്ട്. എ റോ കൺസിസ്റ്റ് ഓഫ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് വാല്യൂസ് യൂസ് ടു റെപ്രസെന്റ് പെർട്ടിക്കുലർ എൻറ്റിറ്റി. ആ ഒരു പെർട്ടിക്കുലർ എൻറ്റിറ്റി അല്ലെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു റോയിൽ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ആ ടെപ്പിളിൽ കാണിക്കും. എന്നുവെച്ചാൽ ടെപ്പിൾ എന്ന് പറയുമ്പോൾ ആ ഒരു കുട്ടിയുടെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കാണിക്കും, ആ ടെപ്പിളിൽ കാണിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെപ്പിൾ എന്ന് പറയുന്നത്. ടെപ്പിൾ എന്ന് പറയുന്നത് എന്താ, ടേബിളിൻ്റെ റോനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടെപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത ടെർമിനോളജിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. അടുത്ത ടെർമിനോളജിയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എ കോളം ഇൻ എ ടേബിൾ, അല്ലെങ്കിൽ ഒരു റിലേഷൻ അല്ലെങ്കിൽ ടേബിളിലുള്ള കോളത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആട്രിബ്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ടേബിളിൻ്റെ അത് നമ്മൾ എന്ത് ചെയ്തു, അഡ്മിഷൻ നമ്പർ, റിസൾട്ട്, ബാച്ച് നെയിം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആട്രിബ്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിഗ്രിയാണ്. ഡിഗ്രി എന്ന് പറയുന്നത് എന്താ, നമ്പർ ഓഫ് കോളംസ് ഇൻ എ ടേബിൾ അല്ലേ. അപ്പോൾ ഒരു ടേബിളിലുള്ള
നമ്പർ ഓഫ് കോളംസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്, ആ ഒരു ടേബിളിനകത്ത് എത്ര കോളംസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ള ഒരു ടേബിൾ എടുത്തുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ, ഇതിനകത്ത് എത്ര കോളംസ് ഉണ്ട്, അഡ്മിഷൻ നമ്പർ, റോൾ നമ്പർ, നെയിം, ബാച്ച്, മാർക്ക്, റിസൾട്ട്, ടോട്ടൽ എത്ര ഉണ്ട്, 1 2 3 4 5 6. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ്. അപ്പോൾ എക്സാമിന് നിങ്ങളോട് ചോദിക്കും ഡിഗ്രി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, നമ്പർ ഓഫ് കോളംസ് ഇൻ എ ടേബിൾ അല്ലെങ്കിൽ റിലേഷൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടേബിൾ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിൻ്റെ അകത്ത് എത്ര എന്താണ് ഇതിൻ്റെ ഡിഗ്രി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എത്ര കോളംസ് ഉണ്ടെന്ന് എണ്ണി നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. യെസ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കാർഡിനാലിറ്റി ആണ്. അപ്പോൾ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് ഇൻ എ റിലേഷൻ ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടെപ്പിൾസ്, ഒരു ടേബിളിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് റോസ്, എത്ര റോസ് അതിലുണ്ട്, ആ നമ്പർ ഓഫ് റോസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആ നേരത്തെ അതേ എക്സാമ്പിൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ എത്ര റോസ് ഉണ്ട്, 1 2 3 4 5 6 7 8. അപ്പോൾ ഇതിൻ്റെ കാർഡിനാലിറ്റി എത്രയാണ്, 8 ആണ്. അപ്പോൾ നിങ്ങൾ ഡിഗ്രിയും കാർഡിനാലിറ്റിയും മറന്നു പോകരുത്. എക്സാമിന് നിങ്ങൾക്ക് ഒരു ടേബിൾ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതിൻ്റെ ഡിഗ്രി എത്രയാണ്, ഇതിൻ്റെ കാർഡിനാലിറ്റി എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്, കാർഡിനാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് റോസ് ആണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കാർഡിനാലിറ്റി എത്രയാണ്, 8 ആണ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡൊമൈൻ ആണ്. ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്, എ ഡൊമൈൻ ഈസ് എ പൂൾ ഓഫ് വാല്യൂസ് ഫ്രം വിച്ച് കോളം വാല്യൂസ് ടേക്കൺ. എന്ന് വെച്ചാൽ ഈ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ടേബിൾ എടുത്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് +2 +1 ആണെങ്കിൽ അതിനകത്ത് ഇപ്പം നമ്മളിപ്പം ബാച്ച് അല്ലെങ്കിൽ കോഴ്സ് എടുക്കുകയാണെങ്കിൽ കുറേ സയൻസ് ബാച്ചും കുറേ എന്തുണ്ടാവും, കൊമേഴ്സ് ബാച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് മൊത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റൊരു ഇതാക്കി മാറ്റി. ഇപ്പം സയൻസ് മാത്രം എടുക്കുന്നത്, കൊമേഴ്സ് കുറേ റിപ്പീറ്റ് ചെയ്ത് വരാതെ നമുക്ക് സയൻസ്, കൊമേഴ്സ്, അങ്ങനെ മൊത്തമായിട്ട് അങ്ങനെ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡൊമൈൻ എന്ന് പറയും. ഇപ്പോൾ ഡൊമൈൻ ഓഫ് ദ കോളം ക്ലാസ് കണ്ടെയ്ൻ ദ നെയിം ഓഫ് ദ ക്ലാസ്സസ് ദാറ്റ് ഇസ് സ്കൂൾ. കാരണം നമ്മൾ ഒരു ടേബിൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിനകത്ത് ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കോളം എടുക്കുന്നുണ്ടെങ്കിൽ ക്ലാസ്, ആ സ്കൂളിലുള്ള എല്ലാ ക്ലാസ്സസും, അതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, ഡൊമൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ ഒരു പിക്ചറിൽ കാണിച്ചാണ് ടെപ്പിൾ എന്താണ്, ആട്രിബ്യൂട്ട് എന്താണ്, ഇതൊക്കെ എന്ത് ചെയ്യാണ്, ഒരു പിക്ചറിൽ കാണിച്ചതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടെപ്പിൾ എന്ന് പറയുമ്പോൾ റോസ് ആണ്, ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്, കോളംസ് ആണ്. പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഡിഗ്രി എന്താണ്, കാർഡിനാലിറ്റി എന്താണ്. ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താ, നമ്പർ ഓഫ് കോളംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. കാർഡിനാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ടെപ്പിൾസ് ആണ്. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്കീമ എന്താണ്. അപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു സ്കീമ എന്താണ്. സ്കീമ എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രക്ചറാണ്. ആ ടേബിളിൻ്റെ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്കീമ എന്ന് പറയുന്നത്. അപ്പോൾ സ്കീമ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം, ദ ഓവറോൾ ഡിസൈൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഓർ സ്ട്രക്ചർ ഓഫ് ഡാറ്റാബേസ് ഈസ് കോൾഡ് എന്താണ്, സ്കീമ. ഇപ്പോൾ നമ്മൾ ആ ഒരു ഡാറ്റാബേസിന് മൊത്തം സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനെയാണ്, ഓവറോൾ ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്കീമ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ ഉണ്ടാകുന്നത്, ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ഡ്യൂറിങ് ദ ഡാറ്റാബേസ് ഡിസൈൻ. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഡാറ്റാബേസ് ഡിസൈൻ ചെയ്ത് ആ കാര്യങ്ങളൊക്കെയാണ് എന്തിലുണ്ടാകുന്നത്, ആ ഒരു സ്കീമയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ സ്കീമിൽ പ്രധാനമായിട്ടുണ്ടാകുന്ന കുറേ കാര്യങ്ങളാണ്, ടേബിൾ നെയിം, ആ ടേബിൾ നെയിമിൻ്റെ കൂടെ എന്തുണ്ടാകും, കോളത്തിന് എന്ത് നെയിമാണ് കൊടുക്കുന്നത്, കോളത്തിന് ഡാറ്റ ടൈപ്സ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് എന്തിലുണ്ടാകുന്നത്, സ്കീമിലുണ്ട്. അപ്പോൾ സ്കീം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മാത്രം ആലോചിച്ചാൽ മതി, ഒരു ഡാറ്റാബേസിന് സ്ട്രക്ചർ, ഓരോ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്കീമ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് എന്തുണ്ടാവും, നമ്മൾ ഡാറ്റാബേസ് നെയിം ഉണ്ടാവും, അതിനകത്ത് കോളംസ്, ആ കോളത്തിൽ കൊടുക്കുന്ന കാര്യങ്ങൾ, ഡാറ്റ ടൈപ്പ്, എന്ത് ഡാറ്റ ടൈപ്പാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് എന്തിലുണ്ടാവുന്നത്, സ്കീമയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ സ്കീമ ഓഫ് ടേബിൾ നെയിം സ്റ്റുഡൻറ്റ്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ടേബിൾ, അപ്പോൾ അതിൻ്റെ പേരെന്തായിരിക്കും, സ്റ്റുഡൻ്റ് ആയിരിക്കും. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, അഡ്മിഷൻ നമ്പർ ഉണ്ടാവും, റോൾ നമ്പർ ഉണ്ടാവും, നെയിം ഉണ്ടാവും, ബാച്ച് ഉണ്ടാവും, മാർക്ക് ഉണ്ടാവും, റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഓരോ സ്കീമ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ടേബിളിൽ എന്തുണ്ടാവും, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന നെയിം കാണിക്കും, അതിൻ്റെ താഴെ എന്ത് കാണിക്കും, കോളം നെയിംസ് ആണ്. അഡ്മിഷൻ നമ്പർ ഒരു കോളം, അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്, ഇൻറ്റീജർ ആണ്. റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ വേറൊരു കോളം, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ ആണ്. നെയിം എന്ന് പറയുമ്പോൾ എന്താ, വേറൊരു കോളം, അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താ, ക്യാരക്ടറാണ്. ബാച്ച് എന്താണ്, വേറൊരു കോളം, ക്യാരക്ടർ. അങ്ങനെ അതിൻ്റെ എന്താണ്, ഓരോ കോളവും അതിൻ്റെ എന്തുണ്ടാവും, ഡാറ്റ ടൈപ്പും കാണിക്കും. ഇതാണ് എന്തിനുണ്ടാകുന്നത്, സ്കീമയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ സ്കീമ എന്ന് പറയുന്നത് എന്താ, ഒരു ഓവറോൾ സ്ട്രക്ചറാണ്. ഡാറ്റാബേസിൻ്റെ ഓവറോൾ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്കീമ എന്ന് പറയുന്നത്, മറന്നു പോവില്ല. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താ, ഡാറ്റാബേസിൻ്റെ നെയിം ഉണ്ടാവും, കോളൻ നെയിം ഉണ്ടാവും, കോളൻ നെയിമിൻ്റെ ഡാറ്റ ഏതാണ്, എന്ത് ടൈപ്പ് ഡാറ്റയാണ് കോളത്തിൽ കൊടുക്കുന്നത്, അതാണ് ഉണ്ടാകുന്നത്. ഓക്കെ. നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ഇൻസ്റ്റൻസ് ആണ്. ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിലോട്ട് നമ്മുടെ ഒരു ഡാറ്റാബേസിൽ, പെർട്ടിക്കുലർ മൊമെൻറ്റിൽ നമ്മൾ ഡാറ്റാബേസിനകത്തേക്ക് ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായി, ഇവിടെ നോക്കിക്കേ, ദ കളക്ഷൻ ഓഫ് ഡാറ്റ സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ് അറ്റ് എ പെർട്ടിക്കുലർ മൊമെൻറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻസ്. പറഞ്ഞാൽ മനസ്സിലായ, ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ നമ്മൾ ഡാറ്റാബേസിലോട്ടേക്ക് ഒരു ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇറ്റ് ഈസ് കോൾഡ് സ്നാപ്പ് ഷോട്ട്. അതേപോലെ തന്നെ എന്താണ്, ഡാറ്റാബേസ് സ്റ്റേറ്റ് എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. അപ്പോൾ എക്സാമിന് 2 മാർക്കിന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് എന്താണ് ഇൻസ്റ്റൻസ് എന്ന്. അപ്പോൾ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ, ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ നമ്മൾ ഡാറ്റാബേസിലോട്ടേക്ക് എന്താ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്,
ഇൻസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദ ഇൻസ്റ്റൻസ് ഓഫ് ദ ഡാറ്റ ടേബിൾ നോക്കി ഡാറ്റാബേസ് ടേബിളിൽ സ്റ്റുഡൻറ്റ് നേരത്തെ കാണിച്ചിട്ടുള്ളത് ഈച്ച് റോ കണ്ടെയ്ൻ ഓൾ 6 കോളംസ്. കാരണം നമ്മളൊരു ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് വെച്ചാൽ അത് നമ്മൾ പെട്ടെന്ന് ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ് അവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഡാറ്റാബേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള, കാരണം നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണം, നിങ്ങൾ ഇനിയും കമ്പ്യൂട്ടർ സയൻസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ DBMS ഒക്കെ പഠിക്കും, സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിനകത്ത് കീ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, കീ എന്ന് പറയുന്നത്, കീസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ വൈവേക്ക് ആയാലും ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാംസ് ആയാലും അതിനൊക്കെ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് എന്താ, കീസ് എന്താണ്, ടൈപ്സ് ഓഫ് കീസ് എന്താണെന്നൊക്കെ നമുക്ക് ചോദിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കീ എന്താണെന്ന് നോക്കാം. അപ്പോൾ കീസ് ആൻ ആട്രിബ്യൂട്ട് ഓർ കളക്ഷൻ ഓഫ് ആട്രിബ്യൂട്ട് ദാറ്റ് യൂണീക്ലി ഐഡൻറ്റിഫൈ ഈച്ച് റെക്കോർഡ് ഇൻ എ ടേബിൾ. എന്ന് വെച്ചാൽ ഒരു കീ എന്ന് പറയുന്നത് എന്താ, ആട്രിബ്യൂട്ടോ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ആട്രിബ്യൂട്ടാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഓരോ നമ്മൾ കൊടുക്കുന്ന ഓരോ റെക്കോർഡും നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഈച്ച് റെക്കോർഡ്, കാരണം ഓരോ ഈ ടേബിളിലുള്ള ഓരോ റെക്കോർഡും അല്ലെങ്കിൽ ഓരോ ടെപ്പിൾസും നമുക്ക് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കീ എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായി, കീ എന്ന് പറയുന്നത് എന്താ, ആട്രിബ്യൂട്ടോ അല്ലെങ്കിൽ എന്താണ് കളക്ഷൻ ഓഫ് ആട്രിബ്യൂട്ട്സോ ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ തന്നിട്ടുള്ള ടേബിളിൻ്റെ അകത്തുനിന്ന് വെച്ചാൽ നമുക്കൊരു ഒരു ടെപ്പിൾ അല്ലെങ്കിൽ ആ ഒരു റോ നമുക്ക് എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, കീസ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം, അതിന് മുന്നായിട്ട് കുറച്ച് ഗുണ കാര്യങ്ങൾ പറയാം. എ കീ കൺസിസ്റ്റിംഗ് ഓഫ് 1 or more ആട്രിബ്യൂട്ട്സ് കോൾഡ് കോമ്പോസിറ്റ് കീ. നമ്മൾ ഒന്നും അതിലധികം ആട്രിബ്യൂട്ട് ആണ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് വിളിക്കാം, കോമ്പോസിറ്റ് കീ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കോമ്പൗണ്ട് കീ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീസ് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, ഓൾട്ടർനേറ്റീവ് കീ ആൻഡ് എന്താണ്, ഫോറിൻ കീ. അപ്പോൾ കീ എന്താണെന്ന് മനസ്സിലായാലും, കീ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, യുണീക്ലി ഐഡൻറ്റിഫൈഡ് ഈച്ച് റെക്കോർഡ്. നമ്മൾ ഓരോ റെക്കോർഡും നമുക്ക് യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, കീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് കീസ് എന്തൊക്കെയാണ്, കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, ഓൾട്ടർനേറ്റീവ് കീ, അതേപോലെ എന്താണ്, ഫോറിൻ കീ. ഇത് ഓരോന്നും 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ഫസ്റ്റ് കീ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീ ആണ്. അപ്പോൾ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് എന്താ, സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് വിച്ച് ക്യാൻ യുണീക്ലി ഐഡൻറ്റിഫൈ ദ ടെപ്പിൾ. എന്ന് വെച്ചാൽ നമ്മൾ യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, നമ്മൾ ഓരോ ടെപ്പിളും നമുക്ക് യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ ആട്രിബ്യൂട്ട്സിനെയും നമുക്ക് എന്ത് പറയാം, സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് നമുക്ക് എന്ത് വിളിക്കാം, കാൻഡിഡേറ്റ് കീ എന്ന് വിളിക്കാം. എ ടേബിൾ മേ കണ്ടെയ്ൻ മോർ ദാൻ 1 കാൻഡിഡേറ്റ്. ഒരു ടേബിളിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ എന്തുണ്ടാവും, കാൻഡിഡേറ്റ് കീ ഉണ്ടാവും. അത് മാത്രമല്ല കാൻഡിഡേറ്റ് കീ ക്യാൻ ബി സിംഗിൾ ഓ എന്താണ്, സിംഗിൾ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. കാരണം ഈ കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സിംഗിൾ ആട്രിബ്യൂട്ട് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ്, ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട് ചേർന്നിട്ടായിരിക്കും എന്തുണ്ടാകുന്നത്, ഈ കാൻഡിഡേറ്റ് കീ ഉണ്ടാവുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ നമുക്ക് അതിന് എന്ത് വിളിക്കാം, കോമ്പോസിറ്റ് കീ എന്ന് വിളിക്കാം. ഈ പ്രൈമറി കീ നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ കീ പറഞ്ഞു, ഈ പ്രൈമറി കീ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്തിൽ നിന്നാണ്, കാൻഡിഡേറ്റ് കീ നിന്നാണ് നമ്മൾ എന്തിനെ സെലക്ട് ചെയ്യുന്നത്, പ്രൈമറി കീ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കാൻഡിഡേറ്റ് കീ നമ്മൾ സ്റ്റുഡൻറ്റ് ടേബിൾ എടുത്തതിന് അഡ്മിഷൻ നമ്പർ, ഒരു കാൻഡിഡേറ്റ് കീ അഡ്മിഷൻ നമ്പർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കുട്ടീനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ റോൾ നമ്പർ പ്ലസ് നെയിം പ്ലസ് മാർക്ക്, ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു കുട്ടീനെ അല്ലെങ്കിൽ ആ ഒരു കുട്ടീനെ മറ്റുള്ള ആ കുട്ടീൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ടേബിളിനകത്ത് നമുക്ക് എന്താണ്, എല്ലാ ടെപ്പിൾസും നമുക്ക് യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്താണ് ആട്രിബ്യൂട്ട്സിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം, കാൻഡിഡേറ്റ് കീ എന്ന് വിളിക്കാം. ഒരു ടേബിളിനകത്ത് ഒന്നിൽ കൂടുതൽ എന്തുണ്ടാവും, കാൻഡിഡേറ്റ് കീസ് ഉണ്ടാവും. ഈ കാൻഡിഡേറ്റ് കീസിൽ നിന്നാണ് നമ്മൾ എന്തിനെ സെലക്ട് ചെയ്യുന്നത്, പ്രൈമറി കീനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞ മനസ്സിലായോ, എന്ന് വെച്ചാൽ ഒരു ടേബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ്, ഒരു കീ ആണ്. ഈ അഡ്മിഷൻ നമ്പർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ ടേബിളിലെ സ്റ്റുഡൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് പ്രൈമറി കീ ആണ്. പ്രൈമറി കീ എന്ന് പറയുന്നത് എന്താണ്, ഈസ് എ കാൻഡിഡേറ്റ് കീ വിച്ച് ഈസ് യൂസ്ഡ് യുണീക്ലി ഐഡൻറ്റിഫൈ ദ ഈച്ച് റോ ഇൻ എ ടേബിൾ. ഈ പ്രൈമറി കീ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടേബിളിലുള്ള എല്ലാ റോസിനെയും നമുക്ക് എന്ത് ചെയ്യണം, യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൈമറി കീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ ക്യാൻ ഹാവ് ഓൺലി 1 പ്രൈമറി കീ. ഒരു ടേബിളിൻ്റെ അകത്ത് ഒറ്റൊരു പ്രൈമറി കീ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഉണ്ടാവുള്ളൂ. അപ്പോൾ മറന്നു പോകരുത്, ആ ഒരു ടേബിളിൻ്റെ അകത്ത് ഒറ്റൊരു പ്രൈമറി കീ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഉണ്ടാവുന്നുള്ളൂ. ഇറ്റ് ക്യാൻ നോട്ട് കണ്ടെയ്ൻ നൾ വാല്യൂ ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ. ഇതിന് എന്തുണ്ടാവില്ല, നൾ വാല്യൂ ഉണ്ടാവില്ല, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ എന്തുണ്ടാവില്ല, പ്രൈമറി കീക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ടേബിൾ അല്ലെങ്കിൽ ഈ ഒരു ടേബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പർ, അഡ്മിഷൻ നമ്പർ, രജിസ്റ്റർ നമ്പർ, അക്കൗണ്ട് പ്ലസ് ലോൺ നമ്പർ, ഇതൊക്കെ നമുക്ക് എന്തായിട്ട് എടുക്കാം, പ്രൈമറി കീ ആയിട്ട് എടുക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ ടേബിൾ എടുത്തു. ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് എങ്ങനെ പറയാം, ഇപ്പോൾ അഡ്മിഷൻ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, റോൾ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ, നെയിം, മാർക്ക് ഉണ്ട്. ഇപ്പോൾ നമുക്ക് നെയിം കൊടുക്കാൻ വേണ്ടി പറ്റുമോ, ഇപ്പോൾ ഒരേ നെയിമുള്ള കുറേ പേരുണ്ടാവില്ലേ. അപ്പോൾ നമുക്കിപ്പോൾ അരുൺ എന്ന് പറയുന്നൊരു നെയിം 2-3 പേരുണ്ടെങ്കിൽ ഇപ്പോൾ ഇനീഷ്യലും സെയിം ആണെങ്കിൽ നമുക്ക് എന്താ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നെയിം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റോൾ നമ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും നോക്കുക. അപ്പോൾ 1 2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 എന്ന് പറയുന്ന അരുൺ ഈ അരുണാണ്, 3 എന്ന് പറയുന്ന അരുൺ എന്താണ്, ഈ ഒരു അരുണാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും,
മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ റോൾ നമ്പർ, അഡ്മിഷൻ നമ്പർ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്ന ഒരു ടേബിളിനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി കീ ആയിട്ട് നമ്മൾ എടുക്കുക. ആ ഒരു അഡ്മിഷൻ നമ്പർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടേബിളിനകത്ത് എല്ലാ ഡീറ്റെയിൽസ് എനിക്ക് എല്ലാ റോസും നമുക്ക് എന്ത് ചെയ്യേണ്ടി പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു ടേബിളിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റൊരു പ്രൈമറി കീ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഉണ്ടാവുള്ളൂ. ആ ഒരു പ്രൈമറി കീ വെച്ച് നമുക്ക് എല്ലാ റോസിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ നെക്സ്റ്റ് കീ എന്ന് പറയുന്നത് എന്താണ്, ഓൾട്ടർനേറ്റീവ് കീ ആണ്. ഈ ഓൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത് എന്താ, കാൻഡിഡേറ്റ് കീ നമ്മൾ പറഞ്ഞു. അപ്പോൾ കാൻഡിഡേറ്റ് കീയിൽ എന്താണ്, ദ കാൻഡിഡേറ്റ് കീ ദാറ്റ് ഈസ് നോട്ട് സെലക്ട് ദ പ്രൈമറി കീ ഈസ് കോൾഡ് ഓൾട്ടർനേറ്റീവ് കീ. കാരണം നമ്മൾ കാൻഡിഡേറ്റ് കീ നിന്നാണ് നമ്മൾ എന്തിനെ സെലക്ട് ചെയ്യുന്നത്, പ്രൈമറി കീ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറി കീ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കീസിനെയും നമ്മൾ എന്ത് വിളിക്കും, ഓൾട്ടർനേറ്റീവ് കീ എന്ന് വിളിക്കും. പറ മനസ്സിലായി. ഇപ്പോൾ കാൻഡിഡേറ്റ് കീ എന്നാണ് നമ്മൾ എന്തിനെ സെലക്ട് ചെയ്യുന്നത്, ഒരു പ്രൈമറി കീനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറി കീ അല്ലാത്ത ബാക്കി എല്ലാ കാൻഡിഡേറ്റ് കീനെയും നമ്മൾ എന്ത് വിളിക്കും, ഓൾട്ടർനേറ്റ് കീ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓൺലി വൺ കാൻഡിഡേറ്റ് കീ വിൽ ബി സെലക്ടഡ് ആസ് എ പ്രൈമറി കീ. നമ്മളൊരു ഒറ്റൊരു കീ മാത്രമേ നമ്മൾ എന്തായിട്ട് സെലക്ട് ചെയ്യുന്നുള്ളൂ, പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് ഫോറിൻ കീ ആണ്. ഈ ഫോറിൻ കീ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഫോറിൻ കീ എന്ന് വെച്ചാൽ എ കീ ഇൻ എ ടേബിൾ വിച്ച് ഈസ് ദ പ്രൈമറി കീ ഓഫ് അനദർ ടേബിൾ. ഇറ്റ് ഈസ് യൂസ് ടു ജോയിൻ ടു ടേബിൾസ് ടുഗദർ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റെഫറൻസ് കീ. ഈ പ്രൈമറി അല്ലെങ്കിൽ ഫോറിൻ കീ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ടേബിൾസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കീ ആണ് എന്തെന്ന് പറയുന്നത്, ഫോറിൻ കീ എന്ന് പറയുന്നത്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, റെഫറൻസ് കീ എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ രണ്ട് ടേബിൾ കാണിക്കും. ഇതൊരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിളാണ്. ഇതിനകത്ത് അഡ്മിഷൻ നമ്പർ, റോൾ നമ്പർ, നെയിം, ബാച്ച് കോഡ്, മാർക്ക്, റിസൾട്ട് ആയിട്ട് എടുത്തു. ഇപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ബാച്ച് കോഡിന് എന്തായിട്ട് എടുത്തു, ഫോറിൻ കീ ആയിട്ട് എടുത്തു. ഓക്കെ. വേറൊരു ടേബിൾ നോക്കിയപ്പോൾ ബാച്ച് കോഡ് എന്താണ്, ബാച്ച് നെയിം, സ്ട്രെങ്ത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് എന്താണ്, ഈ ഒരു ടേബിളിൻ്റെ അകത്ത് ബാച്ച് കോഡ് എന്താണ്, പ്രൈമറി കീ ആണ്. പറഞ്ഞ മനസ്സിലായോ. ഈ ബാച്ച് കോഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ബാച്ച് നെയിമും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. അപ്പം ഈ രണ്ട് ടേബിളിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് ഇപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് കമ്പൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ ബാച്ച് കോഡ് ഇത് ഈ ഒരു ടേബിൾ വെച്ച് ഈ ടേബിളിലെ ഈ ഒരു പ്രൈമറി കീ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് ടേബിളിനെ നമുക്ക് എന്ത് ചെയ്യാം, ഫോറിൻ കീ ആക്കിയിട്ട് മാറ്റി, അല്ലെങ്കിൽ അത് തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടുത്തെ ഒരു സംഭവം വെച്ചിട്ട് ബാച്ച് കോഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അപ്പുറത്തെ ടേബിളിലെ സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, കോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന് റെഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പോൾ ഫോറിൻ കീ എന്ന് പറഞ്ഞ് രണ്ട് ടേബിൾസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. കാരണം രണ്ട് ടേബിൾസ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശരിക്കും ഫോറിൻ കീ. ആ ടേബിളിലെ കാര്യങ്ങൾ നമുക്ക് ഈ ടേബിളിനകത്തേക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫോറിൻ കീ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് വിളിക്കുന്നത്, റെഫറൻസ് കീ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. യെസ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്, സൂപ്പർ കീ ആണ്. സൂപ്പർ കീ എന്ന് പറയുന്നത് എന്താണ്, സൂപ്പർ കീ ഇസ് എ സെറ്റ് ഓഫ് വൺ ഓർ മോർ കോളംസ് ഇൻ എ ടേബിൾ ഫോർ വിച്ച് നോ ടു റോസ് ക്യാൻ ഹാവ് ദ സെയിം വാല്യൂ. അപ്പം നമുക്ക് ഒന്നോ അതിലധികമോ കോളംസ് ഉണ്ട്, പക്ഷേ എന്താണ് ചില രണ്ട് റോസിന് നമുക്ക് എന്താണ് സെയിം വാല്യൂസ് ഇല്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് വിളിക്കാം, സൂപ്പർ കീ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ നെയിം ആൻഡ് അഡ്രസ് ക്യാൻ ദ എന്താണ് ഫോം ദ സൂപ്പർ കീ ഇൻ ദ സ്റ്റുഡൻറ്റ് ടേബിൾ. അപ്പോൾ നെയിം ആൻഡ് അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റുഡൻറ്റ് ടേബിൾ എടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, സൂപ്പർ കീ ആയിരിക്കും. റോസിൻ്റെ നെയിംസ് എന്തായിരിക്കും, വാല്യൂസ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, സൂപ്പർ കീ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് പ്രൈമറി കീ എന്താണെന്ന് പഠിച്ചു വെക്കുക, ഫോറിൻ കീ എന്താണ്, കാൻഡിഡേറ്റ് കീ എന്താണ്, ഓൾട്ടർനേറ്റ് കീ. ഇതാണ് മെയിനായിട്ട് എപ്പോഴും എന്ത് ചെയ്യുന്നത്, എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ കീ എന്ന് പറയുന്നത് എന്താണ്, ആട്രിബ്യൂട്ട്സ് ആണ്. കാരണം നമുക്ക് എന്താണ്, ഓരോ റെക്കോർഡും നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, കീസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ കീസും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത നമ്മൾ ഈ ഒരു ചാപ്റ്റർ ലാസ്റ്റ് ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്. ഈ ടോപ്പിക്ക് പക്ഷേ കുറച്ചും കൂടെ ഭയങ്കര ലെങ്തി ടോപ്പിക്കാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് റിലേഷണൽ ആൾജിബ്ര. അപ്പോൾ ഈ റിലേഷണൽ ആൾജിബ്ര എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കളക്ഷൻ ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ഈസ് യൂസ് ടു മാനിപ്പുലേറ്റ് ദ എൻറ്റയർ റിലേഷൻസ് ഓഫ് ദ ഡാറ്റാബേസ്. കളക്ഷൻ ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് യൂസ്ഡ് നമുക്ക് നമ്മളെ എൻറ്റയർ ഡാറ്റാബേസിനെ, എൻറ്റയർ ടേബിൾസിനെ അല്ലെങ്കിൽ റിലേഷൻസിനെ നമുക്ക് എന്താണ്, നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ, അതിനകത്ത് കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറേ ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലേഷണൽ ആൾജിബ്ര എന്ന് പറയുന്നത്. നമ്മൾ ആ ഓപ്പറേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ടേബിൾസിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറേ മാറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിലേഷണൽ ആൾജിബ്ര എന്ന് നമ്മൾ പറയുന്നത്. ഓപ്പറേഷൻസ് ഇൻ RDBMS ആർ ഡൺ യൂസിങ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. നമ്മൾ SQL എന്ന്, ഈ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിന് ഷോർട്ട് ഫോം ആണെന്ത്, SQL എന്ന് പറയുന്നത്. അപ്പോൾ SQL എന്ന് പറയുന്ന ആ ഒരു അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ RDBMS എന്ന് പറയുന്നത് എന്താ, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഓക്കെ ആണല്ലോ. ഇറ്റ് ടേക്സ് വൺ ഓർ ടു റിലേഷൻസ് ആസ് എ ഇൻപുട്ട് ആൻഡ് പ്രൊഡ്യൂസ് എ ന്യൂ റിലേഷൻ ആസ് ദ റിസൾട്ട്. നമ്മൾ ഒന്നോ അതിലധികമോ റിലേഷൻസ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയൊരു റിസൾട്ട്, പുതിയൊരു റിലേഷൻ
അവിടെ എന്ത് ചെയ്യും നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് എന്തായിട്ട് മാറും, പുതിയൊരു ടേബിളായിട്ട് എന്ത് ചെയ്യും, അത് മാറും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദീസ് ഓപ്പറേഷൻസ് ആർ പെർഫോം വിത്ത് ഹെൽപ്പ് ഓഫ് ദ സ്പെഷ്യൽ ലാംഗ്വേജ് ഈസ് കോൾഡ് എന്താണ്, കൊറി ലാംഗ്വേജ് അസോസിയേറ്റ് വിത്ത് റിലേഷണൽ മോഡൽ. നമ്മൾ പുതിയൊരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ എന്താണ് കാര്യങ്ങളൊക്കെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ എന്താ കൊറി ലാംഗ്വേജ് എന്തായിട്ട് അസോസിയേറ്റ്, റിലേഷണൽ മോഡലായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ലാംഗ്വേജ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ ലാംഗ്വേജ് ആണ് സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജ് അല്ലെങ്കിൽ SQL എന്ന് പറയുന്നത്. അപ്പോൾ റിലേഷണൽ ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാ ബേസിന് റിലേഷനെ നമ്മൾ എന്ത് ചെയ്യണം, മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറേ എന്താണ് കളക്ഷൻ ഓഫ് ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിലേഷണൽ ഓൾജിബ്ര എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ അത്രയും നിങ്ങൾ ആലോചിച്ച് വെക്കുക. റിലേഷണൽ ഓൾജിബ്ര എന്ന് പറയുന്നത് നമ്മളുടെ ടേബിളിനെ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻസിനെ നമുക്ക് എന്ത് ചെയ്യണം, മാനിപ്പുലേറ്റ് ചെയ്യണം, മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലേഷണൽ ഓൾജിബ്ര എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്താ, സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, പിന്നെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ്, ഫണ്ടമെൻ്റൽ ഓപ്പറേറ്റേഴ്സ്. എന്തൊക്കെ ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ ഇതിനകത്ത്, ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഓപ്പറേറ്റേഴ്സ് ഉള്ളത് നമുക്ക് നോക്കാം. സെലക്ട്, പ്രൊജക്റ്റ്, യൂണിയൻ, ഇൻ്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഇത്രയാണ് മെയിനായിട്ട് വരുന്ന എന്തെന്ന് പറയുന്നത്, ഓപ്പറേഷൻസ് പറയുന്നത്. അതിൻ്റെ സിമ്പിൾസ് ആണ് അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. സെലക്ട് എന്ന് പറയുമ്പോൾ എന്താ, സിഗ്മ, ദെൻ പൈ, യു, എൻ, അതേപോലെ തന്നെ മൈനസ്, ദെൻ ഇൻറ്റു. ഇതാണ് ഇതിൻ്റെ സിമ്പിൾസ് എന്ന് പറയാം. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് വരുന്ന റിലേഷൻ ഓൾജിബ്ര അല്ലെങ്കിൽ ഓപ്പറേഷൻസ് നമ്മൾ പറയാം. അതിനിടയിൽ നമുക്ക് കുറച്ച് 2-3 ഓപ്പറേറ്റേഴ്സും കൂടെ പറയാനുണ്ട്, കമ്പാരിസൺസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓൾറെഡി റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ഒക്കെ നിങ്ങൾ ലാംഗ്വേജ് C++ ഓപ്പറേറ്റേഴ്സ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദെൻ എന്താണ്, നോട്ട് ഈക്വൽ ടു എഴുതുന്നത് എങ്ങനെയാണ്, മാറിപ്പോവരുത്. ഓക്കെ ആണല്ലോ. ഇതാണ് കമ്പാരിസൺസ് ഓപ്പറേറ്റർ. അതേപോലെ ലോജിക്കൽ ഓപ്പറേറ്റർ എന്താ, ആൻഡ്, ഓർ അല്ലെ, ഓർ, ആൻഡ്, നോട്ട്. ഇതാണ് എന്തെന്ന് പറയുന്നത്, ലോജിക്കൽ ഓപ്പറേറ്റർ. കാരണം ഇതും ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. കാരണം നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനത്തെ 2 കമ്പാരിസൺസ് ഓപ്പറേറ്റേഴ്സും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ്, സെലക്ട് ഓപ്പറേഷൻ. അപ്പോൾ സെലക്ട് ഓപ്പറേഷന് ഞാൻ പറഞ്ഞു, സെലക്ട് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് എന്തായിരിക്കും, നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം, യൂസ്ഡ് ടു സെലക്ട് റോ ഫ്രം ദ റിലേഷൻ ദാറ്റ് സാറ്റിസ്ഫൈ ദ ഗിവൺ യൂസർ ഡിഫൈൻ കണ്ടീഷൻ. നമ്മൾ യൂസർ കൊടുക്കുന്ന ഒരു കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒരു റോ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് എന്തെന്ന് പറയുന്നത്, സെലക്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻ. പറഞ്ഞാൽ മനസ്സിലായോ. ഇപ്പോൾ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കണം ആ ടേബിളിൽ, നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ വേണം സെലക്ട്, ഇങ്ങനെ എന്തെങ്കിലും കണ്ടി. ഇപ്പോൾ നമുക്ക് ഓൾറെഡി സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിൾ ആണെങ്കിൽ ആ സ്റ്റുഡൻറ്റിൽ ഇത്ര മാർക്ക് കിട്ടിയ ആൾക്കാരെ മാത്രം നമുക്ക് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ റോ മൊത്തമായിട്ട് സെലക്ട് ചെയ്യാം അല്ലേ. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, സെലക്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താ, ലോവർ ലെറ്റർ സിഗ്മ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ജനറൽ ഫോമാറ്റ് ആണെന്ത്, സിഗ്മ, നമ്മൾ സെലക്ട് എന്നല്ല എഴുതുക, ഈ ഒരു സിഗ്മ കണ്ടീഷൻ എഴുതും, ദെൻ റിലേഷൻ. കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഒരു നോക്കിക്കേ, സിഗ്മ റിസൾട്ട് EHS. ഇവിടെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഒരു കണ്ടീഷനാണ് ഇവിടെ കൊടുത്തത്. സിഗ്മ എന്ന് പറയുന്നത് സെലക്ടിൻ്റെ സിമ്പിളാണ്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. എന്താണ്, റിസൾട്ട്, EHS എന്ന് പറയുന്നത് എന്താണ്, കണ്ടീഷൻ, ദെൻ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ ടേബിളിൻ്റെ പേര്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിൻ്റെ അകത്ത് എന്ത് വരും, ആ പാസ്സായിട്ട് ആൾക്കാർ മാത്രം റിസൾട്ട് എന്ത് ചെയ്യും, നമുക്ക് കാണിക്കും. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യും, സെലക്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു ടേബിൾ നോക്കിയവിടെ ഇതാണ് നമ്മുടെ ടേബിൾ. ഇതിൻ്റെ അത് നമുക്ക് എന്താണ്, EHSഉം NHS ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷൻ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ സിഗ്മ നമ്മൾ എന്താണ്, റിസൾട്ട് ഈസ് ഈക്വൽ ടു എന്താണ്, EHS എന്ന് കൊടുക്കുകയാണെങ്കിൽ EHS ഇതിനെന്താണ്, ടേബിളിൻ്റെ നെയിം എന്താ, സ്റ്റുഡൻ്റ് ആണ്. ഈ സ്റ്റുഡൻ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മാത്രമേ വരുള്ളൂ, ഇവിടെ EHS എന്ന് പറഞ്ഞാൽ മാത്രം, ഈ NHS വരില്ല, EHS മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, വരുള്ളൂ. അപ്പോൾ ഔട്ട്പുട്ട് കണ്ടോ നിങ്ങൾ, കാരണം സെലക്ട് സ്റ്റുഡൻറ്റ്, കാരണം നോക്കിക്കേ ഈ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ കാണിക്കുന്നത്. അപ്പോൾ വേറൊരു എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, സിഗ്മ റിസൾട്ട് NHS എന്താണ്, ഇത് എന്ത് ഓപ്പറേറ്ററാണ്, ആൻഡ് ഓർ നമ്മൾ പഠിച്ചില്ലേ, ആ ഒരു ഓപ്പറേറ്ററാണ്. ദെൻ ബാച്ച് കൊമേഴ്സ് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇതിനകത്ത് എന്ത് മാത്രമേ വരുള്ളൂ, കൊമേഴ്സിലുള്ള ആൾക്കാർക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കാണിക്കുകയുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ. അപ്പോൾ ഇതാണ് ഇൻപുട്ട് ടേബിൾ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് മാത്രം കാണിക്കും, കൊമേഴ്സിലുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ NHS എന്ന് വെച്ചാൽ തോറ്റ ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കാണിക്കുള്ളൂ. ഇവിടെ നോക്കിക്കേ, ഇവിടെ കൊടുത്ത അങ്ങനെ NHS ബാച്ച് എന്താ കൂടെ NHS കാണിച്ചത്, നമ്മൾ തോറ്റത് മാത്രം എന്ത് ചെയ്താൽ മതി, കാണിച്ചാൽ മതി, ഒരു കണ്ടീഷൻ കൊടുത്തിട്ട്. കാരണം കൊമേഴ്സും സയൻസ് ഒക്കെ അല്ലേ. അപ്പോൾ അതിനകത്ത് കൊമേഴ്സിലുള്ള ആ ഒരു തോറ്റ ആൾക്കാരെ മാത്രം ഡീറ്റെയിൽസ് അതാണ് ഇവിടെ കാണിച്ചുള്ളത്. ആ ഒരു ഇൻപുട്ടിൽ ഔട്ട്പുട്ട് നമുക്ക് എന്ത് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തിട്ട് കാണിക്കും. ഓക്കെ ആണോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി സെലക്ട് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ്, പ്രൊജക്റ്റ് ഓപ്പറേഷൻ ആണ്. ഈ പ്രൊജക്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്,
നമ്മൾ നേരത്തെ പറഞ്ഞ സെലക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊരു കണ്ടീഷൻ കൊടുത്തിട്ട് നമ്മൾ റോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെലക്ട് സെർട്ടൺ ആട്രിബ്യൂട്ട് ഫ്രം ദ ടേബിൾ ആൻഡ് ഫോം എ ന്യൂ റിലേഷൻ. നമ്മൾ എന്താണ് ഒരു ആട്രിബ്യൂട്ട്സുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത്. ആട്രിബ്യൂട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ കോളംസ്, അത് സെലക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, പുതിയ റിലേഷൻ നമ്മൾ എന്ത് ചെയ്യും ഉണ്ടാക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൊജക്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സെലക്ട് ദ കോളംസ് ക്യാൻ റിട്രീവ് ആൻഡ് ഫോം എ ന്യൂ റിലേഷൻ. നമ്മൾ കോളംസ് ആണ് റിട്രീവ് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യും, പുതിയ റിലേഷൻ എന്ത് ചെയ്യും ഉണ്ടാക്കും. ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പൈ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യുന്നത്, ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ജനറൽ ഫോർമാറ്റ് ആണ് പൈ A1 A2 എക്സെട്ര AN. നമ്മൾ ആ ഒരു റിലേഷൻ ടേബിളിന് കൊടുക്കും. നമ്മളിപ്പോൾ എത്ര കോളംസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ A1 A2 എന്ന് പറയുന്നത് എന്താണ്, ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ കോളം നെയിംസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇപ്പോൾ സെലക്ട് നെയിം റിസൾട്ട് ആൻഡ് മാർക്സ് ആട്രിബ്യൂട്ട് ഫ്രം ദ സ്റ്റുഡൻറ്റ് റിലേഷൻ. ഇപ്പോൾ നമുക്ക് പൈ നെയിം മാർക്ക് റിസൾട്ട്, നമുക്ക് ഈ 3 കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, ആ സ്റ്റുഡൻറ്റ് എന്ന ടേബിളിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു, പൈ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ സിമ്പിൾ, പൈ നെയിം മാർക്ക് റിസൾട്ട് കൊടുത്തു. ദെൻ ബ്രാക്കറ്റിൽ എന്ത് കൊടുത്തു, സ്റ്റുഡൻറ്റ് എന്ന് വെച്ചാൽ ആ ടേബിളിൻ്റെ നെയിം റിലേഷൻ നെയിം കൊടുത്തു. ഇത് നമ്മൾ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും, ഈ ടേബിളിൻ്റെ അകത്ത് ഈ ഒരു നെയിമും മാർക്കും റിസൾട്ടും മാത്രമേ നമുക്ക് എന്ത് ചെയ്യും വന്നിട്ട് പുതിയൊരു ടേബിൾ എന്ത് ചെയ്യും ഇങ്ങനെ ഉണ്ടാക്കും, നെയിം മാർക്ക് റിസൾട്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ടേബിൾ ഉണ്ടാകുന്നത്. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നെസ്റ്റഡ് ഓപ്പറേഷൻ ആണ്. അപ്പോൾ നെസ്റ്റഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, നെസ്റ്റഡ് എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ ഉള്ളിൽ ഒന്ന് വരും, അത് തന്നെയാണ് ഇവിടെയും മീൻ ചെയ്യുന്നത്. ഇപ്പോൾ സെലക്ട് ഓപ്പറേഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ വരുന്നത്. അപ്പം സെലക്ട് ഓപ്പറേഷൻ ഇൻസൈഡ് എന്താണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നെസ്റ്റഡ് ഓപ്പറേഷൻ പറയുന്നത്. ടു സെലക്ട് ദ അഡ്മിഷൻ നമ്പർ ആൻഡ് നെയിം ദ സ്റ്റുഡൻറ്റ് ഹു ആർ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കേ, ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് കൊടുത്തു, ഇപ്പം പൈ അഡ്മിഷൻ നമ്പർ നെയിം, അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുത്തു, സിഗ്മ റിസൾട്ട് ഈക്വൽ ടു EHS സ്റ്റുഡൻറ്റ്. ഇപ്പോൾ നമ്മുടെ ഉദ്ദേശിക്കുന്നത് എന്താ, അഡ്മിഷൻ നമ്പർ നെയിമും വരണം. എങ്ങനത്തത്, നമ്മുടെ ആ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിളിൽ പാസ്സായ ആൾക്കാരെ മാത്രമേ എന്ത് വരാൻ പാടുള്ളൂ, അഡ്മിഷൻ നമ്പറും നെയിമും. അപ്പോൾ നമുക്ക് എന്ത് വരും, റിസൾട്ട് അഡ്മിഷൻ നമ്പറും നെയിമും. ആ പാസ് ആൾക്കാരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, കാണിക്കുന്നുള്ളൂ. ഇങ്ങനെ കാണിക്കുന്നതാണ് എന്ത്, നെസ്റ്റഡ് ഓപ്പറേഷൻ. വെച്ചാൽ ഒന്നിൻ്റെ ഉള്ളിൽ മറ്റൊന്ന് വരുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നെസ്റ്റഡ് ഓപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേഷൻ ആണ് യൂണിയൻ ഓപ്പറേഷൻ. യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇത് ബൈനറി ഓപ്പറേഷൻ. മറന്നുപോയത്, യൂണിയൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ. റിട്ടേൺ ദ റിലേഷൻ കണ്ടെയ്ൻ ദ ഓൾ ട്രിപ്പിൾസ് അപ്പിയർ ഇൻ ദ ഫസ്റ്റ് റിലേഷൻ ഓർ സെക്കൻഡ് റിലേഷൻ ദ ബോത്ത് റിലേഷൻ. എന്ന് വെച്ചാൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് പറയാം, യൂണിയൻ എന്ന് പറയുമ്പോൾ മീനിങ് എന്താ, യൂണിയൻ കൂടിച്ചേരാം. അപ്പോൾ 2-3 റിലേഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് ചേർക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് എന്ന് പറയുന്നത് യൂണിയൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയും നിങ്ങൾ ആലോചിച്ചാൽ മതി. യൂണിയൻ എന്ന് പറയുന്നത് എന്താ, 2-3 റിലേഷൻസിനെ നമുക്ക് 2 അതിലധികം റിലേഷൻ നമ്മൾ എന്താ കമ്പൈൻ ചെയ്ത് ഒറ്റ റിലേഷനാക്കി അല്ലെങ്കിൽ ഒറ്റ ടേബിളാക്കി മാറ്റുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്യേണ്ടി യൂസ് ചെയ്യുന്ന എന്താണ് സിമ്പിൾ എന്താ, യു എന്ന് പറയുന്നത്, ക്യാപിറ്റൽ യു, നമ്മളൊരു വലുതായിട്ട് നമ്മൾ എന്ത് യു എഴുതുന്നത്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നമുക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കി, ആർട്സും സ്പോർട്സും 2 ടേബിൾസ് ഉണ്ട്. ഇപ്പോൾ അഡ്മിഷൻ നമ്പർ നെയിം ബാച്ച് കോഡ്, അഡ്മിഷൻ നമ്പർ നെയിം ബാച്ച് കോഡ്. ഇപ്പോൾ ഇതിനകത്ത് രണ്ടിലും എന്തുണ്ട്, ഒരേപോലത്തെ ആൾക്കാരുണ്ട് അല്ലേ, രണ്ടിലും സെയിം ആൾക്കാരുണ്ട്. ഇവിടെ നോക്കിക്കേ, 103 നോക്കി, 103 ഇവിടെയുണ്ട്, 103 ഈ ഒരു ടേബിളിലും ഉണ്ട് അല്ലേ. അതേപോലെ 106 ഉണ്ട് അല്ല, അങ്ങനെ 2 ആൾക്കാരാണ്. അപ്പോൾ ഈ 2 ടേബിളിലും കൂടെ നമുക്ക് എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ ടേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, യൂണിയൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിക്കേ, ആർട്സ് യൂണിയൻ സ്പോർട്സ്. അപ്പോൾ നമുക്ക് എന്ത് വന്ന, അഡ്മിഷൻ നമ്പർ നെയിം ബാച്ച് കോഡ് ഒറ്റ ഇതിലായിട്ട് എന്ത് ചെയ്യും, ആ 2 ടേബിളും കൂടെ ഒറ്റ ഒന്നിലോട്ട് എന്ത് ചെയ്തു, അത് കമ്പൈൻഡ് ആയിട്ട് ചുരുങ്ങി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, യൂണിയൻ ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്, ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ ആണ്. ഈ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതും ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്, മറന്നു പോകരുത്. യൂണിയനും ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്, ഇൻ്റർസെക്ഷനും എന്ത് തന്നെയാണ്, ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. ഇത് റിട്ടേൺ ദ റിലേഷൻ കണ്ടെയ്നിങ് ദ ടെപ്പിൾസ് അപ്പിയർ ഇൻ ദ ബോത്ത് ഓഫ് ദ 2 സ്പെസിഫൈഡ് റിലേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, എടുക്കുന്നുള്ളൂ. ഇപ്പോൾ 2 ടേബിൾ തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 റിലേഷൻ തന്നിട്ട്, ആ റിലേഷനകത്തുള്ള കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരെ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് എന്ത് ഉണ്ടാക്കുക, ഒരു പുതിയ റിലേഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പുതിയ ടേബിൾ നമ്മൾ എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻ്റർസെക്ഷൻ എന്ന് വിളിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ അത് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ആ യൂണിയൻ നമ്മൾ നേരെ തരതിരിച്ചിടുന്നതാണ് എന്ത്, ഇതിൻ്റെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത്. ഇത് 2 റിലേഷൻ മസ്റ്റ് ബി യൂണിയൻ കമ്പാറ്റബിൾ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതിനകത്ത് എന്താണ്, ഒരു രണ്ടിനകത്തും ഉള്ളത് കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരെ മാത്രം എന്തിൽ സെലക്ട് ചെയ്യുന്നുള്ളൂ, ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നോക്കിക്കേ, ആർട്സ് സ്പോർട്സ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താണ്, ആർട്സ് ഇൻ്റർസെക്ഷൻ സ്പോർട്സ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ അത് കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരായിരിക്കുക, ഇതല്ലേ വരുന്നത്, 103 വരുന്നുണ്ട്. അതേപോലെ എന്താണ് 106 വരുന്നുണ്ട്. വേറെ ആരെങ്കിലും വരുന്നുണ്ടോ,
132 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും ആൾക്കാരെ മാത്രം നമ്മൾ എന്ത് ചെയ്തു എടുത്തിട്ട് വേറൊരു ടേബിൾ നമ്മൾ എന്ത് ചെയ്തു ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് 2-3 ടേബിൾസ് ഉണ്ടെങ്കിൽ അതിനകത്ത് കോമൺ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം നമുക്ക് എന്ത് ചെയ്യണം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഓപ്പറേറ്റർ യൂസ് ചെയ്യും? ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യും. ഇൻ്റർസെക്ഷൻ ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ എന്താണ്? ആ യൂണിയനെ നമ്മൾ തരംതിരിച്ചിടുന്നതാണ്. ഓക്കെ, അപ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ടേബിൾസ്, അതിലധികമോ ടേബിൾസിനെ നമ്മൾ എന്ത് കമ്പൈൻ ചെയ്ത് എന്താണ് ഒറ്റൊരു ടേബിളാക്കി മാറ്റുന്നതാണ് എന്ത് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർസെക്ഷൻ എന്താണ്? രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആൾക്കാർ. യൂണിയൻ എന്താ? രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്ന ഓപ്പറേഷൻ എന്താണ്? സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ ആണ്. ഇതും എന്ത് തന്നെയാണ്? ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. ഇതിന് റിട്ടേൺ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റിട്ടേൺ ദ റിലേഷൻ കണ്ടെയ്നിങ് ദ ടെപ്പിൾസ് അപ്പ് ഇൻ ദ ഫസ്റ്റ് റിലേഷൻ ബട്ട് നോട്ട് ഇൻ ദ സെക്കൻഡ് റിലേഷൻ. ഫസ്റ്റ് റിലേഷനിലുള്ളത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? ഇത് റിട്ടേൺ ചെയ്യുള്ളൂ. സെക്കൻഡ് റിലേഷനിൽ എന്ത് ചെയ്യില്ല? റിട്ടേൺ ചെയ്യില്ല. ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്താണ്? മൈനസ് എന്ന് പറഞ്ഞ സിമ്പിളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിളോട്ട് കടക്കാം. നോക്കിക്കേ, ഇപ്പോൾ രണ്ട് ആർട്സും സ്പോർട്സും. ഇപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ എ മൈനസ് അല്ലെങ്കിൽ ആർട്സ് മൈനസ് എന്താണ് സ്പോർട്സ് ഉണ്ടെങ്കിൽ ആർട്സിലുള്ളത് നമുക്ക് എന്തുണ്ടാവില്ല? സ്പോർട്സിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ 101 നമ്മൾ സ്പോർട്സിലുണ്ടോ നോക്കും, ഇല്ല. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യും? അത് സെലക്ട് ചെയ്യും. 103 ഇവിടെ ഉണ്ട് സ്പോർട്സിന്, അപ്പോൾ അത് എന്ത് ചെയ്യില്ല? സെലക്ട് ചെയ്യില്ല. അപ്പോൾ 106 ഉണ്ട്, അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യില്ല. 110 ഇവിടെ ഉണ്ടോ? ഇല്ല, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും? എടുക്കും. 132 എന്തുണ്ട്? ഇവിടെ കാണിക്കുന്നുണ്ട്, അപ്പോൾ അത് എന്ത് ചെയ്യില്ല? അത് എടുക്കില്ല. 154 എന്താണ്? ഇവിടെ കാണിക്കുന്നുണ്ടോ? ഇല്ല, അപ്പോൾ അത് എടുക്കും. അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് ഡിഫറൻസ്. അപ്പോൾ ഫസ്റ്റ് റിലേഷനുള്ളത് സെക്കൻഡ് റിലേഷനിൽ ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് സെറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്താണ്? മൈനസ് ആണ്. ഇപ്പോൾ ആർട്സ് മൈനസ് എന്താണ്? സ്പോർട്സ് എന്ന് പറയുമ്പോൾ എന്താ? ആർട്സിലുള്ളത് സ്പോർട്സിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഇപ്പം നേരെ തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യും? സ്പോർട്സിലുള്ളത് ആർട്സിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഇപ്പം 102 ഇവിടെ ഉണ്ടോ? ഇല്ല, അപ്പോൾ 102 നമ്മൾ എന്ത് ചെയ്യും? എടുത്തെഴുതും. പറ മനസ്സിലായോ? അപ്പോൾ 103 ഉണ്ട്, അത് പറ്റില്ല. 105 ഇല്ല, അപ്പോൾ 105 എടുക്കും. 106 പറ്റില്ല. 108 ഇല്ല, അതേപോലെ തന്നെ 132 അവിടെ ഉണ്ട്. 164 പറ മനസ്സിലായോ? അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് സെറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റിലുള്ളത് സെക്കൻഡിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ്. ഈ കാർട്ടീഷ്യൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ 2-3 ടേബിൾസ് ഉണ്ടെങ്കിൽ മൊത്തമായിട്ടും കമ്പൈൻ ചെയ്തിട്ട് കുറേ പെയേഴ്സ് ആക്കി മാറ്റിയേക്കാം. അതായത് 2-3 ടേബിൾസ് നമ്മൾ പെയറുകളാക്കി നമ്മൾ എഴുതുന്നതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് റിട്ടേൺ ദ റിലേഷൻ കൺസിസ്റ്റ് ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ദ ടെപ്പിൾ ഫ്രം ദ റിലേഷൻ. കാരണം രണ്ട് ടേബിൾസിലുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ടെപ്പിൾസിൻ്റെയും കോമ്പിനേഷൻസിന് നമ്മൾ എന്ത് ചെയ്യുക? എടുക്കുക, അല്ലെങ്കിൽ ആ പെയർ ആക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതും എന്ത് തന്നെയാണ്? ബൈനറി ഓപ്പറേഷൻ. അപ്പോൾ യൂണിയന്, അതേപോലെ ഇൻ്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ്, കാർട്ടീഷ്യൻ, ഇതൊക്കെ എന്ത് തന്നെയാണ്? ബൈനറി ഓപ്പറേഷൻസ് ആണ്. ഡിഗ്രി ഓഫ് നോ റിലേഷൻ ഈക്വൽ ടു ദ സം ഓഫ് ദ ഡിഗ്രി ഓഫ് ദ ടു റിലേഷൻസ്. കാരണം നമ്മൾ ഈ രണ്ട് ടേബിൾസ് വെച്ച് രണ്ട് റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് പുതിയ ഉണ്ടാക്കുന്ന ആ റിലേഷൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? മറ്റ് രണ്ട് ടേബിൾസിൻ്റെ അല്ലെങ്കിൽ മറ്റ് രണ്ട് റിലേഷൻ്റെയും ഡിഗ്രിയുടെ സമ്മിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ കാർഡിനാലിറ്റി ഓഫ് ന്യൂ റിലേഷൻ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ടെപ്പിൾസ് ഓഫ് ദ ടു റിലേഷൻസ്. കാർഡിനാലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ പ്രോഡക്റ്റിന് ഈക്വൽ, മറ്റ് രണ്ടിൻ്റെ റിലേഷൻ എന്താണ്? പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് ടേബിൾസ് അല്ലെങ്കിൽ രണ്ട് റിലേഷൻ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള പോസിബിൾ ആയിട്ടുള്ള എന്താണ് പെയറായിട്ട് നമ്മൾ കമ്പൈൻ ചെയ്യും. കാരണം പോസിബിൾ കോമ്പിനേഷൻ ടെപ്പിൾസിൻ്റെ എന്താണ് പോസിബിൾ കോമ്പിനേഷൻസ് എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കൊരു എക്സാമ്പിൾ നോക്കാം. അതിന് മുമ്പായിട്ട് ഇത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഇങ്ങനെ ക്രോസ് എന്ന് പറയുന്നത് സിമ്പിൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് എന്ത് വിളിക്കുന്നത്? ക്രോസ് പ്രൊഡക്റ്റ് എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട്. എന്താ വിളിക്കാറ്? ക്രോസ് പ്രൊഡക്റ്റും കൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട്. ഇപ്പോൾ കൺകാൻഡേറ്റ് ചെയ്യാൻ ചെയ്യുന്നത് ഫസ്റ്റ് റിലേഷനെ സെക്കൻഡ് റിലേഷനെ നമ്മൾ എന്താ കൂട്ടിച്ചേർക്കാണ് എന്ത് ചെയ്യുന്നത്? ഇതിൽ ചെയ്തിട്ട് പുതിയൊരു റിലേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഫോം ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന് എക്സാമ്പിൾസ് ആണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ട്. ആദ്യം ഞാൻ ഈ ടേബിൾ എടുത്തു. അഡ്മിഷൻ നമ്പർ, നെയിം, ബാച്ച്. അപ്പോൾ ഇതിൻ്റെ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇതിൻ്റെ കാർഡിനാലിറ്റി? എന്താണ്? 1 2 3. അതേപോലെ തന്നെ ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് എത്ര ഉണ്ട്? 1 2 3. അപ്പോൾ ഡിഗ്രിയും 3 ആണ്, കാർഡിനാലിറ്റി എന്താണ്? 3 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ വേറൊരു ടേബിൾ എടുത്ത് ടീച്ചർ, ദെൻ എന്താണ് ടീച്ചർ എന്ന് പറഞ്ഞാൽ മറ്റൊരു ടേബിൾ എടുത്ത് ഐ ഡി. അപ്പോൾ ഇതിൻ്റെ കാർഡിനാലിറ്റി 2 ആണ്, ഡിഗ്രി എന്ത് തന്നെയാണ്? 2 ആണ്. അപ്പോൾ 2 റോയും 2 കോളംസും മാത്രം. അപ്പോൾ കാർഡിനാലിറ്റി 2, ഡിഗ്രി എന്താണ്? 2 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇവിടെ നോക്കിക്കേ. ഇപ്പം ഇതിനകത്ത് അഡ്മിഷൻ നമ്പർ, നെയിം, ബാച്ച്, ഇതിനകത്ത് എന്താ ഉള്ളത്? ഐ ഡി, നെയിം ആണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? അഡ്മിഷൻ നമ്പർ, നെയിം, ബാച്ച്, ഐ ഡി, ഇതിന് എന്ത് കൊടുത്തു? ബാച്ച് എന്ന് പറഞ്ഞാൽ വേറെ ഇതും കൂടെ കൊടുത്തു. അതല്ലേ നമ്മൾ കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതിനകത്ത് കൊടുക്കുന്ന സമയത്ത് എന്താ? അഡ്മിഷൻ നമ്പർ ഇത് കൊടുത്തു, നെയിം കൊടുത്തു. ഇപ്പോൾ കൊമേഴ്സ്
നമ്മളെന്താണ് ഓരോ ആൾക്കാർക്കും ഓരോരോ ടീച്ചേഴ്സിനെ വെച്ചിട്ട് ഇപ്പോൾ ജോസ് എന്ന് പറയുന്ന കുട്ടിക്ക് രാജേഷ് എന്ന് പറയുന്ന ടീച്ചർ, അതേപോലെ തന്നെ ജോസിന് മോഹൻ എന്ന് പറയുന്ന ടീച്ചർ, അനുവിന് എന്താ വീണ്ടും രാജേഷ്, അങ്ങനെ അവരെന്താണ് പോസിബിൾ ആയിട്ടുള്ള എന്താണ് ആ ഒരു കോമ്പിനേഷൻസ് എന്ത് ചെയ്ത് ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ കാർഡിനാലിറ്റിയും ഡിഗ്രി എത്രയാണ്? ഇത് 2+3. ഇപ്പോൾ ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താ 2+3 എന്താണ് 5 ആണ്. ഇതിൻ്റെ കാർഡിനാലിറ്റി എന്താണ് 2 × 3 എന്ന് പറയുമ്പോൾ എന്താണ് 6 ആണ്. അപ്പോൾ ഇതാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് പോസിബിൾ രണ്ട് ടേബിളിൻ്റെ അകത്ത് പോസിബിൾ ആയിട്ടുള്ള എന്താണ് കോമ്പിനേഷൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. സിമ്പിളായിട്ട് രീതിയിലാണ് ചോദിക്കുക. കാരണം വലിയ എക്സാമ്പിളായിട്ട് ചോദിച്ചില്ലെങ്കിൽ സിമ്പിളായിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എത്ര ചിലപ്പോൾ എക്സാമ്പിൾ തന്നിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും, നിങ്ങളോട് കാർഡിനാലിറ്റി എത്രയാണ്, അതേപോലെ തന്നെ എന്താ ഡിഗ്രി എത്രയാണെന്നൊക്കെ എന്ത് ചെയ്യും, ചോദിക്കുക. അപ്പോൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്നാൽ മറന്നു പോകരുത്. രണ്ട് ടേബിൾസിനുള്ള പോസിബിൾ ആയിട്ട് ടിപ്പിൾസിനെ നമ്മൾ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്ത് എഴുതാം. ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഒരു കുട്ടിക്ക് തന്നെ ഇപ്പോൾ ജോസ് എന്ന് പറയുന്ന കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്തു, രണ്ടാൾക്കാരെ വെച്ചിട്ട് അല്ലേ, നോക്കിക്കേ ജോസ് എന്ന് പറഞ്ഞ കുട്ടിക്ക് രാജേഷ് മോഹൻ വെച്ചിട്ടുണ്ടാക്കി. അതേപോലെ തന്നെ അനുവിന് അതേപോലെ എന്താണ് രാജേഷ് മോഹൻ, അതേപോലെ എന്താണ് മനുവിനും അതേപോലെ എന്താണ് രാജേഷ് മോഹൻ എന്ന് പറഞ്ഞിട്ട് പേര് എന്ത് ചെയ്തു ഇവിടെ ഉണ്ടാക്കി. കാരണം ജോസിന് അനു ദെൻ മനു. ഇതാണ് എന്തെന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നിങ്ങൾ ആലോചിച്ച് വെക്കണമെങ്കിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അഡ്വാൻറ്റേജ്, അതേപോലെ യൂസേഴ്സ്, അതേപോലെ ഓപ്പറേഷൻസ്, അതേപോലെ നീഡ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കീസ്, അതേപോലെ തന്നെ ടെർമിനോളജീസ്, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഓർത്ത് വെക്കുക. സിമ്പിളായ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. നിങ്ങൾ എക്സാമ്പിളായിട്ട് കൂടെ കൂടെ എന്ത് ചെയ്യുക, അത് കാണിക്കാൻ വേണ്ടി നോക്കുക. എക്സാമ്പിൾ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യും, മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് വരുന്ന ടോപ്പിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജസ്, ഡാറ്റാബേസിന് അഡ്വാൻറ്റേജസ്, അതേപോലെ ടെർമിനോളജീസ്, കീസ്, ഓപ്പറേഷൻസ്, ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കാം. ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ നോട്ട്സും മറ്റു കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് എക്സാമ്പിൾ എന്ന ഗൈഡ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഗൈഡ് മേടിക്കുകയും അതേപോലെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നല്ലൊരു സ്കോർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.